ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. കമ്പനി മീറ്റിംഗ് എന്നുള്ളതാണ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് വെച്ചാൽ. സോ ആദ്യത്തെ ചോദ്യം തന്നെ, കമ്പനികൾ കൂടുന്ന മീറ്റിങ്ങുകൾക്ക് വളരെ പ്രത്യേകതകളുണ്ട്. മീറ്റിങ്ങുകൾ കമ്പൾസറിയാണ് കമ്പനീസിൽ. സോ അതിൽ ഫസ്റ്റ് തന്നെ വാട്ട് യു മീൻ ബൈ മീറ്റിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എ മീറ്റിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഗാദറിംഗ് ഓർ അസംബ്ലി ഓഫ് 2 or more person in a particular place to discuss common issues and make discussions based on the opinion expressed during the meeting. അതായത് ഒന്നിലധികം ആൾക്കാർ, രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇരുന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കോമൺ ഇഷ്യൂവിനെ പറ്റി ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് അതിൻ്റെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുകയും മ്യൂച്വലായിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ പേരാണ് മീറ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ കൈൻഡ്സ് ഓഫ് മീറ്റിങ്ങിൽ കമ്പനി മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, broadly speaking, company meetings can be classified into 2 heads. One is meeting of shareholders, meeting of board of directors. അപ്പോൾ ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങുമായിട്ട് 2 തരമായിട്ട് അത് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനി മീറ്റിംഗ്സിൽ ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിന് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നും 2 തരത്തിൽ ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മറ്റൊരു മീറ്റിംഗാണ്. അപ്പം മീറ്റിംഗ് ഓഫ് ഷെയർഹോൾഡേഴ്സ് 2 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി കമ്പനി മീറ്റിംഗ് എന്താണ്? വെൻ 2 or more persons ഗെറ്റ് ടുഗദർ ടു ഡിസ്കസ് എനി കോമൺ ഇഷ്യൂ, ഇറ്റ് ഈസ് കോൾഡ് മീറ്റിംഗ് ഓഫ് ഷെയർഹോൾഡേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. ആ ഷെയർഹോൾഡേഴ്സിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് കമ്പനി മീറ്റിംഗ് ആയിട്ട് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് എ മീറ്റിംഗ് ഓഫ് കമ്പനി. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് 2 or more persons അതിലുണ്ടായിരിക്കണം. അസ്യൂമിങ് ഓഫ് പേഴ്സൺസ് മസ്റ്റ് ബി ഫോർ ഡിസ്കഷൻ, അതായത് എല്ലാവരും ഡിസ്കഷൻ ഉണ്ടായിരിക്കണം. ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം ആയിരിക്കണം. ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ആയിരിക്കണം. ഓൺ വാട്ട് ഒക്കേഷൻ എ സിംഗിൾ മെമ്പർ ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്പനി മീറ്റിംഗ്. ട്രൈബ്യൂണൽ വിളിക്കുകയാണെങ്കിലോ ആനുവൽ ജനറൽ മീറ്റിങ്ങിലോ ആര് വന്നില്ലെങ്കിലും സിംഗിൾ മെമ്പറിന് കമ്പനി മീറ്റിംഗ് കൂടിയിട്ട് അത് പിരിച്ചുവിടാം. ഓക്കെ, ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചാൽ എല്ലാവരും വരണം എന്നുള്ളതാണ്. ആര് വന്നില്ലെങ്കിൽ ഒരാളാണ് അവിടെ വെച്ചാൽ അയാൾക്ക് കൂടിയിട്ട് അയാൾ എന്തെങ്കിലും തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്സാക്കി അയാൾക്ക് വിടാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത്? കമ്പനി മീറ്റിങ്ങിൽ വരുന്നത്. ഇനി ചെയർപേഴ്സൺ എന്താണെന്നുള്ളതാണ്. എവറി മീറ്റിംഗ് ഓഫ് ദ ബോർഡ് മസ്റ്റ് ഹാവ് എ ചെയർപേഴ്സൺ. ബോർഡിൻ്റെ മീറ്റിംഗിൽ ഒരു ചെയർപേഴ്സൺ വേണം ടു പ്രിസൈഡ് ഓവർ ഇറ്റ്, അത് പ്രിസൈഡ് ചെയ്യാനായിട്ട്. ദ ആർട്ടിക്കിൾ യൂഷ്വലി നെയിം ദ ചെയർപേഴ്സൺ ഹു ഷാൽ പ്രിസൈഡ് ഓവർ ബോർഡ് മീറ്റിംഗ്. ആർട്ടിക്കിൾസ് ഈ പറയുന്ന ബോർഡ് മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റെസൊല്യൂഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ. നമ്മൾ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. എല്ലാവരും കൂടി ചേർന്നെടുക്കുന്നതാണ്. മാറ്റേഴ്സ് പ്രസൻറ്റഡ് ബിഫോർ ദം ഫോർ കൺസിഡറേഷൻ. ഇനി വോട്ടിംഗ് അൺലെസ് ആർട്ടിക്കിൾ പ്രൊവൈഡഡ് അതർവൈസ് പ്രൊവൈഡഡ്, ക്വസ്റ്റ്യൻസ് അറൈസിംഗ് അറ്റ് ദ മീറ്റിംഗ് ഓൺ ദ ബോർഡ് ഷാൽ ബി ഡിസൈഡഡ് ബൈ സിംഗിൾ മെജോറിറ്റി. അപ്പോൾ ഓരോ ഡിസിഷൻ മെജോറിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, വോട്ട് എടുത്തിട്ട് അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇനി പോസ്റ്റൽ വോട്ട് മെമ്പേഴ്സ് ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ ജനറൽ വോട്ടിംഗ് പവർ ഓർ ഷെയർഹോൾഡേഴ്സ് ഓണിംഗ് ഷെയർസ് വിത്ത് ആൻ അഗ്രിഗേറ്റ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് നോട്ട് ലെസ് ദാൻ 5 lakh മേ റിക്വയർ ദാറ്റ് എ റെസൊല്യൂഷൻ മേ ബി ഡിസൈഡ് ബൈ പോസ്റ്റൽ വോട്ട്. അപ്പോൾ 5 ലക്ഷത്തിൽ കുറയാത്ത ഷെയർ ഹോൾഡിങ്ങോ അല്ലെങ്കിൽ 1/10, ഇപ്പോൾ 100 ഷെയറുകൾ ഇറക്കിയ കമ്പനിയാണെങ്കിൽ 10 ഷെയറുള്ള, 1000 ഷെയർ ആണെങ്കിൽ 100 ഷെയറുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് വേണമെങ്കിൽ പോസ്റ്റലി വോട്ട് ചെയ്യാമെന്നുള്ളതാണ്. A company must conduct postal ballot for the items of business that central government may prescribe. സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഐറ്റംസിന് കമ്പനിക്ക് പോസ്റ്റൽ വോട്ട് ബാലറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് എവരി കമ്പനി അതർ ദാൻ എ 1 person കമ്പനി. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ട് സെക്ഷൻ 96 പറയുന്നത്. സോ എവരി കമ്പനി അതർ ദാൻ എ 1 person കമ്പനി ഷാൽ ഹോൾഡ് എ ജനറൽ മീറ്റിംഗ് ഈച്ച് ഇയർ ആസ് ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ്. In addition to any other meeting, the notice calling the meeting must specifically state that it is annual general meeting. The time gap between 2 annual general meetings shall not exceed 15 months. 15 മാസത്തിൽ കൂടുതൽ 2 ആനുവൽ ജനറൽ മീറ്റിംഗ് എക്സീഡ് ചെയ്യാൻ പാടില്ല. എല്ലാ കൊല്ലവും കമ്പൾസറി ആയിട്ട് വേണ്ടൊരു മീറ്റിംഗാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും വിളിച്ചിട്ടാണ് ചെയ്യേണ്ടത്. 1 person കമ്പനിക്ക് അത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് തുടങ്ങിയിട്ട് 9 മാസത്തിനുള്ളായിട്ട് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കമ്പനി തുടങ്ങിയിട്ട് വിളിക്കണം എന്നുള്ളതാണ്. 9 months അതിൻ്റെ കാലാവധി, അതിനുള്ളിലായിട്ട് വിളിക്കണം. In any other case, annual general meeting shall be held within a period of 6 months from the date of closing the financial year. മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ 6 മാസം കൊണ്ട് ചെയ്താൽ മതി. ഇനി റിപ്പോർട്ട് ഓൺ ആനുവൽ ജനറൽ മീറ്റിംഗ് According to section 121, every public listed company
ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഈച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ്. എല്ലാ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയിൽ നിന്നാണ് ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദ കമ്പനി മസ്റ്റ് ഫയൽ എ കോപ്പി ഓഫ് ദിസ് റിപ്പോർട്ട് വിത്ത് രജിസ്ട്രാർ വിത്തിൻ 30 days. ഇതിൻ്റെ കോപ്പി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് കൊടുക്കണം അലോങ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു ഫയൽ ദ റിപ്പോർട്ട് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഇറ്റ് മേ ബി ദ കമ്പനി മസ്റ്റ് ഫയൽ എ കോപ്പി ഓഫ് ദിസ് റിപ്പോർട്ട് വിത്ത് രജിസ്ട്രാർ വിത്തിൻ 30 days. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ എന്താണ് രജിസ്ട്രാറെ ഏൽപ്പിക്കണം അലോങ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുക്കണം. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു ഫയൽ ദ റിപ്പോർട്ട് വിത്തിൻ ദ അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ എന്താണ് ഈ ഒരു റിപ്പോർട്ട് രജിസ്ട്രാർക്ക് കൊടുക്കണം എന്നാണ്. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു ഫയൽ ദ റിപ്പോർട്ട് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഇറ്റ് മേ സബ്ജക്ട് ടു പെനാൽറ്റീസ്. അതിന് നിയമപരമായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടാവുന്നുള്ളതാണ്. അതാണ് ആനുവൽ ജനറൽ മീറ്റിങ്ങും ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങും അതിൻ്റെ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട്. ഇനി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. സെക്ഷൻ 100 ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ആനുവൽ ജനറൽ മീറ്റിംഗ് 96 സെക്ഷൻ. സോ എനി ജനറൽ മീറ്റിംഗ് ദാറ്റ് ഈസ് നോട്ട് എൻ ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് ഷെയർ ഹോൾഡേഴ്സിനെ വെച്ചിട്ട് നടത്താത്തൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്തതൊന്നാണെങ്കിൽ, ആനുവൽ ജനറൽ മീറ്റിംഗ് ആ സുഖം നടത്തുക, അല്ലാത്തൊരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്, EGM. ആൻഡ് EGM ഈസ് കൺവീൻ ടു ഡീൽ വിത്ത് അർജൻറ്റ് ഓർ എക്സെപ്ഷണൽ ബിസിനസ്. പെട്ടെന്ന് എന്തെങ്കിലും അർജൻസിക്കാണ് ഇത് നടത്തുക. ദാറ്റ് കനോട്ട് ബി പോസ്റ്റ്പോൺ അണ്ടിൽ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. അത് അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. നോട്ടീസ് ഓഫ് മീറ്റിംഗ് ആണ് സെക്ഷൻ 101 പറയുന്നത്. എ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി മേ ബി കോൾഡ് ബൈ ഗിവിംഗ് നോട്ട് ലെസ് ദാൻ എ ക്ലിയർ 21 days നോട്ടീസ്. ഒരു 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം ഓരോ ഷെയർ ഹോൾഡേഴ്സിനും, ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അതും ഇമെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട്, പണ്ടൊക്കെ പോസ്റ്റലായിട്ടാണ് അയക്കുക. എ മീറ്റിംഗ് മേ ഹവർ ബി കൺവീൻ ഓൺ ഷോർട്ടർ നോട്ടീസ്. ഒരു ഷോർട്ടർ നോട്ടീസിലാണ് ഈ മീറ്റിംഗ് നടത്തുക. ഇഫ് അറ്റ്ലീസ്റ്റ് 95% ഓഫ് ദ മെമ്പർ എൻടൈറ്റിൽ ടു വോട്ട് കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ബൈ ഇലക്ട്രോണിക് മീൻസിലാണിത് കൊടുക്കുക എന്നുള്ളതാണ്. ദ നോട്ടീസ് മസ്റ്റ് സ്പെസിഫൈ ദ പ്ലേസ്, ഡേ ആൻഡ് ഹവർ ഓഫ് ദ മീറ്റിംഗ്. നോട്ടീസ് എന്താണ് ഈ പ്ലേസ്, ഡേ ഓഫ് ദ ഹവർ ഒക്കെ എന്താണ് കൊടുക്കണം എന്നുള്ളതാണ്. ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡും കൊടുക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്താണ്, അതായത് മീറ്റിംഗ് മേ ഹവർ ബി കൺവീൻ ഷോർട്ടർ നോട്ടീസ് അറ്റ്ലീസ്റ്റ് 95% ഓഫ് മെമ്പർ എൻടൈറ്റിൽ ടു വോട്ട് കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ബൈ ഇലക്ട്രോണിക് മീൻസ്. അതായത് ഇവരൊരു കൺസെൻറ്റ് വേണം 95%. നോട്ടീസ് ടു മസ്റ്റ് സ്പെസിഫൈ, അതായത് നോട്ടീസിൽ എന്തൊക്കെ വേണം, പ്ലേസ് വേണം, ഡേറ്റ് വേണം, ഹവർ വേണം. പിന്നെ എന്താണ്, ഇൻക്ലൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. എന്താണ് ഈ മീറ്റിങ്ങിൽ പറയാൻ പോകുന്നതിനെ കുറിച്ചിട്ടും ഉണ്ടായിരിക്കണം. ഇനി കോറമാണ്, കോറം ഓഫ് മീറ്റിംഗ്. സെക്ഷൻ 103 കോറം എന്ന് പറഞ്ഞ ടേം. മീറ്റിങ്ങിൽ കോറം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 103 കമ്പനീസ് ആക്ട് 2013. കോറം ഇസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ മസ്റ്റ് ബി പേഴ്സണലി പ്രസൻറ്റ് ഫോർ എ മീറ്റിംഗ്. അപ്പോൾ കോറം തികയ്ക്കാണ് ചില മീറ്റിങ്ങുകൾ നമ്മൾ നടത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ നമ്പറാണ് കോറം എന്ന് വെച്ചാൽ. ഫോർ എ ജനറൽ മീറ്റിംഗ് ഓഫ് എ പബ്ലിക് കമ്പനി ദ കോറം ഈസ് 5 members present if the total number of the meeting date is not more than 1000. 1000 മെമ്പേഴ്സുള്ള കമ്പനിയാണെങ്കിൽ മിനിമം 5 പേരെങ്കിലും വേണം. 15 members personally present if the total number of members is more than 1000. 1000-നും 5000 ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ 15 വേണം. 5000 കടന്ന മെമ്പേഴ്സുള്ള കമ്പനി ആണെങ്കിൽ മിനിമം 30 മെമ്പേഴ്സെങ്കിലും വേണം. എന്നാലേ മീറ്റിംഗ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ മീറ്റിംഗ് നടത്താൻ പറ്റില്ല ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇനി ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ആണ്, അത് സെക്ഷൻ 104 പറയുന്നത്. അൺലെസ് ദ കമ്പനീസ് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് അതർവൈസ് ദ മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് മസ്റ്റ് സെലക്ട് വൺ ആസ് ദർ ഓൺ ചെയർമാൻ. അതായത് ആർട്ടിക്കിൾസ് ഒന്നും ഒരു ചെയർമാൻ ആദ്യമേ വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ കൂടിയ ആൾക്കാർ വോട്ടെടുത്തിട്ട് ഒരു ചെയർമാനെ വെക്കുക. അയാളായിരിക്കണം മീറ്റിംഗ് എന്ത് ചെയ്യേണ്ടത്, അത് കണ്ടക്ട് ചെയ്യേണ്ടത്, അതിനൊരു അധ്യക്ഷൻ പോലെ. ഇഫ് എ പോൾ ഈസ് ഡിമാൻഡഡ് ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇമീഡിയറ്റ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആക്ട്. അപ്പോൾ പറയണേ അത് ആക്ട് പ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. ദ ചെയർമാൻ എലക്റ്റഡ് ബൈ ദ ഷോ ഓഫ് ഹാൻഡ്സ് വിൽ റിമെയിൻ ചെയർമാൻ അൺടിൽ ദ പേഴ്സൺ ഈസ് എലക്റ്റഡ് ആസ് ബൈ പോൾ. അല്ലെങ്കിൽ വോട്ട് എന്താണ് പോളയെന്ന് വെച്ചാൽ നമ്മൾ കടലാസ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈ വന്നിച്ചിരുന്നാണ് ഒരു ചെയർമാനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി ക്ലാസ് മീറ്റിംഗ് എന്താണ്? മീറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മേ ബി കോൾഡ് ഇൻ ഓർഡർ ടു ഡിസ്കസ് മാറ്റേഴ്സ് സ്പെസിഫിക്കലി എഫക്ട് ദെയർ ക്ലാസ് ഓഫ് ഷെയർ. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയറിനായിട്ടൊരു മീറ്റിംഗ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിട്ടൊരു മീറ്റിംഗ്, അതൊരു ക്ലാസ് മീറ്റിംഗ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിട്ടൊരു മീറ്റിംഗ്, അതും എന്താണ്, ഒരു ക്ലാസ് മീറ്റിംഗ് ആണ്. അത്തരം മീറ്റിങ്ങുകളാണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയാം. ഇനി പ്രോക്സി എന്താണ്? സെക്ഷൻ 105 പ്രോക്സിയെക്കുറിച്ച് പറയുന്നത്. എ പ്രോക്സി ഈസ് എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദ കമ്പനി ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് എ മീറ്റിംഗ്. പ്രോക്സി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിൻ്റെ പേരാണ് പ്രോക്സി. എനി മെമ്പർ ഹു ഈസ് എൻടൈറ്റിൽ ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് ദ മീറ്റിംഗ് മേ അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ആസ് എ പ്രോക്സി.
ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി ഹാജരാവുകയാണെങ്കിൽ അതാണ് പ്രോക്സി. അപ്പോൾ അതിനുള്ള അധികാരമുണ്ട്, നമുക്ക് വേണ്ടി മറ്റൊരാളെ ഹാജരാക്കാൻ പറ്റും. ഓക്കെ. ഇനി മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മളിതുവരെ കണ്ടത് കമ്പനി ആനുവൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 173, എവറി കമ്പനി ഷാൽ ഹോൾഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൂട്ടണം. ദെയറാഫ്റ്റർ ദ കമ്പനി മസ്റ്റ് ഹോൾഡ് എ മിനിമം ഓഫ് 4 meetings a year. ഒരു 4 മീറ്റിങ്ങിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂട്ടണം. ഷെഡ്യൂൾഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ആർ മോർ ദാൻ 120 days ഷാൽ ഇൻ്റർവീൻ ബിറ്റ്വീൻ 2 consecutive മീറ്റിംഗ്സ്. 120 ദിവസത്തിനിടെ മാക്സിമം വരാൻ പാടുള്ളൂ 2 ബോർഡ് ഓഫ് ഡയറക്ടർ മീറ്റിംഗ്സിൻ്റെ ഇടയിൽ. 120 days വരാൻ പാടുള്ളൂ. ഇനി ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ റിക്വസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു വാലിഡ് മീറ്റിങ്ങിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു പ്രോപ്പർ അതോറിറ്റി വേണം ഒരു മീറ്റിങ്ങിൽ. ദ മീറ്റിംഗ് മസ്റ്റ് ബി കോൾഡ് ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം, ഡയറക്ടേഴ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഒരു പ്രോപ്പർ നോട്ടീസ് കൊടുക്കണം, ക്ലിയർ നോട്ടീസ് സ്റ്റേറ്റിംഗ് ദ മീറ്റിംഗ് ടൈപ്പ്, ഏത് തരം മീറ്റിംഗ് ആണ്, ഡേറ്റ് എന്താണ്, ടൈം എന്താണ്, പ്ലേസ്, അതിൻ്റെ അജണ്ട എന്താണ്, പിന്നെ 21 days മുമ്പ് അത് കൊടുത്തിരിക്കണം നോട്ടീസ്. കോറം കഴിഞ്ഞിരിക്കണം. മിനിമം എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർ മസ്റ്റ് ബി പെർസെൻറ്റ് ആസ് പെർ ദ ആർട്ടിക്കിൾസ്. 30 എന്താണ്, വിതൗട്ട് കോറം വിത്തിൻ 30 minutes മീറ്റിംഗ് ഈസ് അഡ്ജേൺഡ്. കോറം കഴിഞ്ഞില്ലെങ്കിൽ 30 minute ശേഷം എന്താണ് മീറ്റിംഗ് നമ്മൾ പിരിച്ചുവിടണം. ഇനി ബിസിനസ് എന്താണ്, അതിൻ്റെ അജണ്ടയാണ്. മീറ്റിങ്ങിൻ്റെ അജണ്ടയാണ് അതിൻ്റെ ബിസിനസ് എന്ന് വെച്ചാൽ. ചെയർമാൻ എന്ന് വെച്ചാൽ ദ മെമ്പേഴ്സ് എലക്ട് എ ചെയർമാൻ ടു കണ്ടക്ട് എ മീറ്റിംഗ്. മെമ്പേഴ്സ് എന്താണ്, ഒരു ചെയർമാനെ എലക്ട് ചെയ്യണം. മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണ്. മീറ്റിങ്ങിൻ്റെ തീരുമാനങ്ങൾ എഴുതി വെക്കുന്ന ഒഫീഷ്യൽ റെക്കോർഡിൻ്റെ പേരാണ് മിനിറ്റ്സ്. അതും ഒരു മീറ്റിങ്ങിൻ്റെ എന്താണ് റിക്വസിറ്റ് ആണ്. അപ്പോൾ ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ റിക്വസിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിതൊക്കെ എഴുതി വെക്കുക. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാലിഡ് മീറ്റിങ്ങിൻ്റെ റിക്വസിറ്റ്സ് അല്ലെങ്കിൽ അതിലാവശ്യമായ ഘടകങ്ങൾ എന്താണ്, ഒരു അതോറിറ്റി വേണം, അവിടെ ഒരു പ്രോപ്പർ നോട്ടീസ് വേണം, അവിടെ ഒരു കോറം വേണം, ബിസിനസ് വേണം, ചെയർമാൻ വേണം, മിനിറ്റ്സ് വേണം. മിനിറ്റ്സ് വെച്ചാൽ എന്താണ്, ആ മീറ്റിങ്ങിന് എല്ലാ രേഖകളും, മീറ്റിങ്ങിന് എല്ലാ തീരുമാനങ്ങളും നമ്മൾ എന്താണ് മിനിറ്റ്സിലാണ് നമ്മൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ചെയർമാൻ ആരാണ്? ദ ചെയർമാൻ പ്രിസൈഡ്സ് ഓവർ ആൻഡ് കണ്ടക്ട് ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ചെയർമാൻ. ഓക്യുപ്പൈ ദ ഡെസിഗ്നേറ്റഡ് ചെയർ. ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ യൂഷ്വലി റെഗുലേറ്റ് ദ അപ്പോയിൻമെൻറ്റ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അധികം ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ മീറ്റിങ്ങിൽ വോട്ട് എടുത്തിരുന്നാണ് ഒരു ചെയർമാനെ എലക്ട് ചെയ്യുക. എലക്ഷൻ എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടിപ്പിക്കലി എലക്ട് ദ ചെയർമാൻ. അധികം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ചെയർമാനെ സെലക്ട് ചെയ്യുക. ഇഫ് നോ ചെയർമാൻ ഈസ് എലക്റ്റഡ് ഓർ പെർസൺ വിത്തിൻ 15 minutes ഓഫ് ദ മീറ്റിംഗ്, ദ ഡയറക്ടേഴ്സ് മേ എലക്ട് വൺ എമംഗ് ദംസെൽഫ്. ഒരു ചെയർമാനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവർ ഇടയിൽ ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കും. യൂഷ്വലി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർസ് ദ ജനറൽ മീറ്റിംഗ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ജനറൽ മീറ്റിംഗ് എപ്പോഴും ചെയർ ചെയ്യുക, അവരാണത് നടത്തുക. ഇഫ് നോട്ട് സ്പെസിഫൈഡ്, മെമ്പേഴ്സ് എലക്ട് എ ചെയർമാൻ. മെമ്പേഴ്സ് ആണ് എന്ത് ചെയർമാൻ എലക്ട് ചെയ്യുക. ക്വാളിറ്റീസ് ഓഫ് എ ചെയർമാൻ: ഇംപ്രസീവ് പേഴ്സണാലിറ്റി ആൻഡ് ലീഡർഷിപ്പ്. ഇനി ഒരു ചെയർമാന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ഇംപ്രസീവ് പേഴ്സണാലിറ്റി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. സ്ട്രിക്റ്റ് ഒരു ഡിസിപ്ലിനറിനായിരിക്കണം, കേർട്ടീസ് ആയിരിക്കണം, മര്യാദപൂർവ്വമായി പെരുമാറുന്ന ആളായിരിക്കണം, ഇമ്പാർഷ്യൽ ആയിരിക്കണം, ആരോടും പ്രത്യേകം ഒരു ഫേവർ കാണിക്കാൻ പാടില്ല, ടാക്ട്ഫുൾ ആയിരിക്കണം, പേഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫേം ഇൻ എൻഫോഴ്സിങ് റൂൾസ് ആണ്, റൂള് ഫേമായിട്ട് എൻഫോഴ്സ് ചെയ്യണം. ഗുഡ് നോളേജ് ഓഫ് കമ്പനി മീറ്റിംഗ് ലോസ്, കൃത്യമായ നോളേജ് വേണം മീറ്റിങ്ങിൽ. പിന്നെ പവേഴ്സ് ഓഫ് എ ചെയർമാൻ ആണ്. ചെയർമാൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ആണ്. ചെയർമാൻ എന്താണ്, ആ ഒരു മീറ്റിങ്ങിന് പ്രിസൈഡ് ഓവർ എന്ന് വെച്ചാൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ മീറ്റിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ ചെയർമാനാണ്. ഹി പ്രിസൈഡ്സ് ഓവർ, അയാളാണ് അത് കണ്ടക്ട് ചെയ്യുക. അയാളതിന് ഏറ്റവും എന്താണ് അതിൻ്റെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോകസഭയോ ഒക്കെ ഒരു സ്പീക്കർ ഉണ്ടാവില്ലേ, അപ്പോൾ അതേമാതിരി അയാളാണല്ലോ അത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതേമാതിരി ചെയർമാനാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ. ഡിസൈഡ് ദ പ്രയോറിറ്റി ഓഫ് ആരൊക്കെ സംസാരിക്കണമെന്ന് അതിനൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ചെയർമാനാണ്. സ്റ്റോപ്പ് ഡിസ്കഷൻ ആഫ്റ്റർ റീസണബിൾ ഡിബേറ്റ്. ഒരു റീസണബിൾ ഡിബേറ്റിന് ശേഷം ഡിസ്കഷൻ ഒഴിവാക്കണം. അയാൾ വെറുതെ അനാവശ്യ സംസാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, പുട്ട് മോഷൻസ് ടു വോട്ട്. അപ്പോൾ എന്താണ്, ആൾക്കാർ പല തീരുമാനങ്ങൾ വരുമ്പോൾ എന്താണൊക്കെ വോട്ടിനിട്ടിട്ട് തീരുമാനിക്കണം. റൂൾ ഓൺ പോയിന്റ്സ് ഓഫ് ഓർഡർ, കൃത്യമായിട്ട് എന്താണ് ഓർഡർ പോയിന്റ് ഔട്ട് ചെയ്യണം. ഡിക്ലെയർ വോട്ടിംഗ് റിസൾട്ട് അവസാനം ഡിക്ലെയർ ചെയ്യണം. യൂസ് കാസ്റ്റ് വോട്ടിംഗ് ഇൻ കേസ് ഓഫ് ടൈ വരികയാണെങ്കിൽ നിങ്ങളൊരു കാസ്റ്റ് വോട്ട് ചെയ്തിട്ട് അയാൾ വോട്ട് ചെയ്തിട്ട് എന്താണ് ആ ടൈ ബ്രേക്ക് ചെയ്യണം. എക്സ്പെൽ ഡിസോർഡർലി പേഴ്സൺസ് ആൻഡ് മെയിൻറ്റെയിൻ ഓർഡർ. അതായത് കൃത്യമായിട്ടും എന്താണ് ഓർഡർ വെക്കാത്ത അല്ലെങ്കിൽ എന്താണ് മീറ്റിംഗ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തികൾ എന്താണ് മീറ്റിംഗിൽ നിന്ന് പുറത്താക്കണം. പിന്നെ ഒരു ചെയർമാൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരു ചെയർമാൻ്റെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. എൻഷുർ ദ മീറ്റിംഗ് വിത്ത് ഡ്യൂലി കൺവീൻഡ് ആൻഡ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതായത് മീറ്റിംഗ് കൃത്യമായിട്ട് എന്താണ് തുടങ്ങുക, പ്രോപ്പറായിട്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് നടത്തി പോരുക എന്നുള്ളതാണ്. കൺഫേം ദ മിനിറ്റ്സ് അറ്റ് ദ ലാസ്റ്റ് മീറ്റിംഗ് ആർ. അതായത് ആ മിനിറ്റ്സ് എഴുതി വെക്കണം മീറ്റിംഗ് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ. അതാണ് അത് എഴുതിയിട്ട് എന്താണ് അത് വായിച്ച് കേൾപ്പിക്കണം എല്ലാവരും. എന്നിട്ട് അതിൻ്റെ എല്ലാവരും സൈന് വാങ്ങണം.
കണ്ടക്ട് മീറ്റിംഗ് അക്കോർഡിംഗ് ടു റൂൾസ്, അതായത് അജണ്ടക്ക് പ്രകാരം മീറ്റിംഗ് നടത്തുക. എൻഷുർ മോഷൻസ് ആൻഡ് അമെൻമെൻറ്റ് ആർ റെലവൻറ്റ്, എല്ലാ മോഷൻസും എന്നാണ്, അതായത് എല്ലാ വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ടാണ് അത് അമെൻമെൻറ്റുകളൊക്കെ റെലവൻ്റ് ആണെങ്കിൽ അത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് വെക്കുക. മെയിൻറ്റെയിൻ പ്രോപ്പർ ഓർഡർ, കൃത്യമായിട്ട് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഡെക്കോറം മീറ്റിങ്ങിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അറേഞ്ച് ഫോർ എ പോൾ, ഒരു വോട്ടെടുപ്പിന് അറേഞ്ച് ചെയ്യുക. ഇഫ് ഡിമാൻഡഡ് ബൈ ദ റിക്വയർഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, റിക്വയർഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് വരികയാണെങ്കിൽ ഒരു പോൾ അറേഞ്ച് ചെയ്യാം. ഇനി അജണ്ട എന്താണ്? അപ്പോൾ അജണ്ട നമുക്കറിയാം, അജണ്ട ഇസ് ദ പ്രോഗ്രാം ഓർ ലിസ്റ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ക്ലബ്ബ്, എന്തെങ്കിലും ഒരു സാംസ്കാരിക സമ്മേളനം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊരു മീറ്റിംഗ് നടത്തുക. അപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനാണ് അജണ്ട. അപ്പോൾ ആ ഇലക്ഷന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എത്ര ചിലവ് വരും, എന്തൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അജണ്ട എന്ന് പറയുന്ന മീറ്റിങ്ങിന് മുൻപായിട്ട് നമ്മൾ മീറ്റിങ്ങിൽ സംസാരിക്കാൻ പോകുന്ന, മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ കമ്പനി മീറ്റിംഗ് ആണ്, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ്. പിന്നെ പ്രോക്സീസ് ആണ്. എനി മെമ്പർ എൻടൈറ്റിൽ ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് എ മീറ്റിംഗ് ആൻഡ് അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ആസ് ദർ പ്രോക്സി. നമ്മൾ നേരത്തെ കണ്ടത് ആ പ്രോക്സി, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ഒരാളാണ് പ്രോക്സി. ദെൻ എസർട്ടൈനിങ് ദ സെൻസ് ഓഫ് ദ മീറ്റിംഗ്, വോട്ടിംഗ് ആൻഡ് പോളാണ്. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഈ പറയുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്, ഒന്ന് ബൈ അക്ലമേഷനാണ്. ക്ലാപ്പ് ചെയ്തിട്ട് നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം. അക്ലമേഷൻ മീൻ കൈയടിച്ച് പാസ്സാക്കാം. ഓക്കെ. പിന്നെ ബൈ വോയിസ് വോട്ടാണ്. എക്സ്പ്രസ് അപ്രൂവൽ ആൻഡ് ഡിസപ്രൂവൽ, വെർബലി നമ്മൾ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന നമുക്കൊരു വോട്ടിങ് പോലെ അത് കണക്കാക്കാം. കൈ റേസ് ചെയ്തിട്ട്, കൈ പൊന്തിച്ചിട്ട് വോട്ട് എടുക്കാം. സ്റ്റാൻഡിങ് വോട്ട് ഉണ്ട്, അത് ഫേവർ ചെയ്യുന്ന ആൾക്കാരെ നീട്ടിക്കാൻ പറയും. പിന്നെ ബാലറ്റ് ഉണ്ട്, നമ്മൾ വോട്ട് ബാലറ്റിൽ ചെയ്തിട്ട് രഹസ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താല്പര്യമുള്ള ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർ സെലക്ട് ചെയ്തെന്ന് മറ്റൊരാൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രഹസ്യ വോട്ട് ചെയ്യാം. പിന്നെ പോൾ എടുക്കാം. പോൾ വോട്ട് ഇൻ റൈറ്റിംഗ് ആണ്. വിത്ത് ഈച്ച് മെമ്പർ ഹാവിങ് വോട്ട്സ് പ്രൊപ്പോർഷണൽ ടു ഷെയർ ആണ്. പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ഒരു 10 ഷെയറിലാക്ക് 10 വോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് ഈ പറയുന്ന എസർട്ടൈനിങ് ദ സെൻസ് ഓഫ് മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ സെൻസ് എന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുക. ഒന്ന് എക്ലമേഷൻ, വോയിസ് വോട്ട്, ഷോ ഓഫ് ഹാൻഡ്, സ്റ്റാൻഡിങ് വോട്ട്, ബാലറ്റ്, ബൈ പോളാണ്. പിന്നെ മോഷനാണ്. എ മോഷൻ ഇസ് എ ഡെഫിനിറ്റ് പ്രപ്പോസൽ ബിഫോർ ദ മീറ്റിംഗ് ഫോർ കൺസിഡറേഷൻ ആൻഡ് ഡിസിഷൻ. അതൊരു ഒരു ഡെഫിനിറ്റ് പ്രപ്പോസലാണ്. നമ്മൾ ഇപ്പോൾ ഈ പ്രമേയം എന്ന് പറയും ഈ മലയാളത്തിൽ. ഒരു പ്രമേയം പാസ്സാക്കുക, ഒരു പ്രമേയം അവതരിപ്പിക്കുക. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ കൂടെ ഇപ്പോൾ അജണ്ടയുടെ അപ്പുറത്തേക്ക് ഒരു സാധനമാണത്. ഇപ്പോൾ നമുക്കിപ്പോൾ ലോകസഭയിൽ കൂടുമ്പോൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരിക. അപ്പോൾ അത് പ്രതിപക്ഷം കൊണ്ടുവരും. ഇപ്പോൾ ചിലപ്പോൾ അത് വോട്ടിനിട്ട് തള്ളും, ചിലപ്പോൾ അത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ അത് മെയിൻ അജണ്ടയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. ദ പേഴ്സൺ ഹു പ്രപ്പോസസ് ദ മോഷൻ ഈസ് കോൾഡ് പ്രപ്പോസർ. അത് ആർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാ എം പിമാരൊക്കെ ഇപ്പോൾ രാജ്യസഭയിലൊക്കെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ സ്റ്റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിപ്പോൾ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് ആർക്കെങ്കിലും വേണമെന്നാണ് കമ്പനീൻ്റെ ഇന്ന നടത്തിപ്പ് ശരിയില്ല, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് പോരാ, അപ്പോൾ അത് അതിനൊരു തീരുമാനം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു മോഷൻ കൊണ്ടുവരാം. ദ പേഴ്സൺ ഹു പ്രപ്പോസസ് ദ മോഷൻ ഈസ് കോൾഡ് പ്രപ്പോസർ. ദ മോഷൻ usually require a second. When a motion is passed, it becomes a resolution. മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തീരുമാനമാവും. അപ്പോൾ ഒരു വാലിഡ് മോഷൻ്റെ റിക്വസിറ്റ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ മീറ്റിംഗ് നോട്ടീസ്. മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ മോഷനും. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ വേർഡ് ദാറ്റ് ക്യാൻ ബി പോസിറ്റീവ്ലി. ഈ ദാറ്റിൻ്റെ വേർഡ് അതിൽ വേണമെന്നുള്ളതാണ്. ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്വസ് ആയിരിക്കണം, ഒരു ഡൗട്ട് വരാത്ത രീതിയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡ്രാഫ്റ്റഡ് സോ എ ഡെഫിനിറ്റ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ്. അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കണം, അത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി പ്രപ്പോസ്ഡ് ബൈ വൺ മെമ്പർ. ഒരു മെമ്പർ ആയിരിക്കണം അത് പ്രപ്പോസ് ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡഡ് ബൈ അനദർ. മറ്റൊരു മെമ്പർ ആയിരിക്കണം അത് കൂടെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ല, സെക്കൻഡ് എന്ന് പറയാം, ഒരാളെ സപ്പോർട്ട് ചെയ്യണം അതിന്. ഇറ്റ് മസ്റ്റ് ബി സൈൻ ബൈ ദ പ്രപ്പോസർ. ഇത് മോഷൻ കൊണ്ടുവരുന്ന ആളെന്നാണ് അത് സൈൻ ചെയ്തിരിക്കണം. ആ മോഷൻ കൊണ്ടുവരുന്ന ആളുടെ പേരാണ് പ്രപ്പോസർ. അപ്പോൾ ഇതാണ് മോഷൻ എന്ന് വെച്ചാൽ. ഇനി റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ വരുന്ന തീരുമാനങ്ങളാണ്. അത് സെക്ഷൻ 114 റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. എ റെസൊല്യൂഷൻ ഇസ് ദ ഫോർമൽ ഡിസിഷൻ മെയ്ഡ് ബൈ എ മീറ്റിംഗ് ഓൺ എ പ്രപ്പോസൽ ബിഫോർ ഇറ്റ്. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ഫോർമൽ ഡിസിഷനാണ് മെയ്ഡ് ബൈ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ എടുക്കുന്നതാണ് ഓൺ എ പ്രപ്പോസൽ ബിഫോർ. ഒരു പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. കമ്പനി ഡിസിഷൻസ് ആർ മെയ്ഡ് ത്രൂ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ മെമ്പേഴ്സാണ് ഇത് വോട്ടിനിട്ട് പാസ് ചെയ്യുക. എ മോഷൻ ഈസ് പ്രോപ്പർലി പ്രപ്പോസ് സെക്കൻഡഡ് ആൻഡ് പാസ്ഡ് ബിക്കംസ് എ റെസൊല്യൂഷൻ.
അതായത് ഒരു മോഷൻ കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരിക. സെക്കൻഡ് എന്ന് വെച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്താണ് വോട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ എന്തായി, അത് റെസൊല്യൂഷനായി. അപ്പോൾ കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻ ഉണ്ട്, 4 തരം റെസൊല്യൂഷൻ ഉണ്ട്. അണ്ടർ കമ്പനീസ് ആക്ട് ദർ ആർ 4 മെയിൻ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ. ഒന്ന് ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്, അതിന് 51% വോട്ട് മതി. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, അതിന് 75% വോട്ട് വേണം. റെസൊല്യൂഷൻ റിക്വയറിംഗ് എ സ്പെഷ്യൽ നോട്ടീസ് വേണ്ട റെസൊല്യൂഷൻ ഉണ്ട്. റെസൊല്യൂഷൻ ബൈ പോസ്റ്റൽ ബാലറ്റ് വേണ്ട റെസൊല്യൂഷൻസും വേറെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ സിമ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷനെ കുറിച്ച്. അപ്പോൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്? ഒരു സിമ്പിൾ മെജോറിറ്റി കിട്ടുന്നതാണ് ഓർഡിനറി റെസൊല്യൂഷൻ. ഇപ്പോൾ ഒരു 100 പേരുണ്ട്, 51 പേര് ഫേവറായിട്ട് വോട്ട് ചെയ്താൽ ഓർഡിനറി റെസൊല്യൂഷനാണ്, സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ കോമൺ യൂസസ് ഓഫ് ഓർഡിനറി ഇൻക്ലൂഡ് അപ്രൂവിങ്, അതായത് ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട എന്താണ്? ഒന്ന് ആനുവൽ അക്കൗണ്ട് സമ്മതിക്കുക, അല്ലെങ്കിൽ എന്താണ് അത് അംഗീകരിക്കുക, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ അംഗീകരിക്കുക, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് റിമൂവൽ ആൻഡ് ഫിക്സിംഗ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്, അതിന് ഓർഡിനറി റെസൊല്യൂഷൻ മതി. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഓർഡിനറി റെസൊല്യൂഷൻ മതി. ഇഷ്യൂയിങ് ഷെയർ അറ്റ് ഡിസ്കൗണ്ട് ഓർഡിനറി റെസൊല്യൂഷൻ മതി. ഇൻക്രീസിങ് ഷെയർ ക്യാപിറ്റലിന് ഓർഡിനറി റെസൊല്യൂഷൻ മതി. സബ് ഡിവൈഡിങ് ഓർ കൺസോളിഡേറ്റിംഗ് ഷെയറിനൊക്കെ എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓർഡിനറി റെസൊല്യൂഷനാണ് കണ്ടത്. ഇനി അടുത്തത് സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. സോ ആസ് പെർ സെക്ഷൻ 114 subsection 2 of the Companies Act, as resolution is called special resolution when it is expressed stated as such in the notice of the meeting. അപ്പോൾ ഇവിടെ പറയുന്നത് a resolution is called a special resolution when it is expressed stated as in such in the notice of the meeting. അതായത് അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിരിക്കും നമ്മൾ വോട്ടിനിടാൻ പോകുന്നതെന്ന് നോട്ടീസിൽ പറയണം. ഇറ്റ് ഈസ് പാസ്ഡ് ബൈ എ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 3/4, 3/4. അതായത് ഇപ്പം നമുക്ക് 100 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 90 പേരുണ്ടെങ്കിൽ 3/4, അതായത് 75%. ഓക്കെ, അതായത് 100 പേരുണ്ടെങ്കിൽ 75 പേര്. ഐദർ പേഴ്സൺ ഓർ പ്രോക്സി, പേഴ്സൺ ആവാം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ബിനാമിയല്ല പ്രോക്സി, അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആളായിരിക്കാം. The notice convening the meeting at which such resolution is to be moved must have been duly given accordance with the provisions of the companies. ആ നോട്ടീസിൽ കൃത്യമായിട്ട് എന്താണ് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 75% വോട്ടാണ് പാസ്സാവാനുള്ളത്, പേഴ്സണോ പ്രോക്സി ആവാം. നോട്ടീസിൽ അത് മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. സെക്ഷൻ 114 ഈ പറയുന്ന നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നതും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ കണ്ടു 2 തരം റെസൊല്യൂഷനാണത്, ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡിനറി റെസൊല്യൂഷനിൽ റിക്വയർഡ് ടു ട്രാൻസാക്ട് ഓർഡിനറി ബിസിനസ് ഓർ റൂട്ടീൻ നേച്ചർ. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങൾ അത് നമ്മൾ തീരുമാനിക്കാനാണ് ഓർഡിനറി റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്തിനാണ്? റിക്വയർഡ് ടു ട്രാൻസാക്ട് ബിസിനസ് ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സീരിയസ് നേച്ചർ. വളരെ ഇമ്പോർട്ടൻറ്റ് സീരിയസ് നേച്ചറുള്ള ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. നോട്ടീസ് നീഡ് നോട്ട് സ്പെസിഫൈ ദ നേച്ചർ ഓഫ് റെസൊല്യൂഷൻ. നോട്ടീസ് എന്താണ്? റെസൊല്യൂഷൻ്റെ നേച്ചർ പറയേണ്ട കാര്യമില്ല. ഇവിടെ നോട്ടീസ് മസ്റ്റ് സ്പെസിഫൈ ദാറ്റ് ഇറ്റ്സ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. നോട്ടീസ് അത് പറയണം, ഇതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണ് എന്നുള്ളത്. ഓൺലി എ സിമ്പിൾ മെജോറിറ്റി ഈസ് റിക്വയർഡ്. ഇവിടെ 50% മതി, സിമ്പിൾ മെജോറിറ്റി മതി. ഇവിടെ 3/4 വേണം, 75% വേണം. നോ നീഡ് ഓഫ് ഫയലിംഗ് എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ. ഇവിടെ റെസൊല്യൂഷൻ്റെ കോപ്പി ഒന്നും ഫയൽ ചെയ്യേണ്ട. ഇവിടെ റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാറിന് 15 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ചെയർമാൻ ക്യാൻ യൂസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട്. ചെയർമാൻ ഇവിടെ കാസ്റ്റിംഗ് വോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയർമാന് കാസ്റ്റിംഗ് വോട്ട് യൂസ് ചെയ്യാൻ സ്പെഷ്യൽ റെസൊല്യൂഷന് പറ്റില്ല.